പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? നമുക്ക് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ആണ് റോമാലേഖനം എഴുതിയിരിക്കുന്നത്. റോമയിലുള്ള വിശ്വാസികൾക്കാണ് അപ്പോസ്തലനായ പൗലോസ് ഈ റോമാലേഖനം എഴുതുന്നത്. ഇതിനകത്ത് റോമാലേഖനത്തിൽ പറയുകയാണ് വിശ്വാസത്തെക്കുറിച്ചാണ്, യേശുവിൻ്റെ രക്ഷയെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് എന്ത് ചെയ്യുക അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും വ്യക്തിപരമായാണ് സഭയ്ക്ക് ലേഖനം എഴുതി നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുകയാണ്, ഈ ദൈവം അനുകൂലമെങ്കിൽ എന്ത് ചെയ്യുക, പ്രതികൂലം ആരാ ഉള്ളത്? ദൈവം അറിഞ്ഞവരെ അല്ലെങ്കിൽ ദൈവം വിളിച്ചവർക്ക് പ്രതികൂലം ആരാണ്? അപ്പൊ ദൈവം അനുകൂലമെങ്കിൽ അല്ലെങ്കിൽ പ്രതികൂലം ആരാണ്? അപ്പൊ എന്നിട്ട് പറയുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? അപ്പൊ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ യേശുക്രിസ്തുവിലൂടെ അവന്റെ വിശ്വാസത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണുള്ളത്? അതിന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ ആരാണ് വേർപെടുത്തുന്നതും കൂടി ചോദിച്ചാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്ന ആരാണ്? കഷ്ടതയ്ക്കാണോ, പട്ടിണിക്കാണോ, നിന്ദതയ്ക്കാണോ, പരിഹാസനാണോ, ആപത്തിനാണോ, വാളിനാണോ, എന്തിനാണ് നമ്മെ ക്രിസ്തു യേശുവിൽ നിന്ന് വേർതിരിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നോക്കുക, പ്രതികൂലമെന്ന് പറയുന്നത് മനുഷ്യനെ മാത്രമല്ല ഇവിടെ പറയുന്നത്, പകരം ഓരോ വ്യക്തിപരമല്ല നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ ഒക്കെ എന്ത് ചെയ്യുക പ്രതികൂലമായി നമുക്ക് പറയുവാൻ കഴിയും. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ വേർതിരിക്കുന്ന ആരെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ വേർതിരിക്കുവാൻ, പലപ്പോഴും ദൈവ സ്നേഹം നമ്മെ അകറ്റിക്കളയുന്ന വ്യക്തിപരമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലതും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുമ്പോൾ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണി നഗ്നതയോ ആപത്തോ വാളോ എന്നിട്ട് പറയുകയാണ്, നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാൻ ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. എന്നിട്ട് പറയാം, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടികൾക്കും നമ്മുടെ കർത്താവായി യേശുക്രിസ്തു നമ്മെ പിരിക്കുവാൻ കഴിയില്ല. പ്രിയരെ, ഇതിൻ്റെ അല്ലെങ്കിൽ മുന്നോടിയായി അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ചാണ് പറയുന്നത്, ക്രിസ്തു ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരു ദൈവപൈതൃക ജീവിതത്തിൽ കടന്നു വന്നേക്കാം, അവനെ അലട്ടുന്ന പ്രശ്നങ്ങൾ വന്നേക്കാം, ജീവിതമാകുക പ്രതിസന്ധികളോട് ചെയ്ത് കടന്നു വരുമ്പോൾ നാം പലപ്പോഴും അടുത്തു പോകുമ്പോൾ, ജീവിതത്തിൽ കയ്പാകുമ്പോൾ, കഷ്ടമേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിന് വെല്ലുവിളിയാകുമ്പോഴൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയും, ദൈവം നമുക്ക് അനുകൂലമുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ എൻ്റെ പ്രതികൂലങ്ങളൊന്നും നിങ്ങളൊന്നും അത് എന്ത് ചെയ്യുക വകവെക്കേണ്ട. ദൈവം അനുകൂലമായ ഒരു മനുഷ്യന്റെ കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായി അവനെ തളർത്തുന്ന വിഷയങ്ങളുടെ നടുവിലെല്ലാം അവിടുന്നൊക്കെയും അവൻ ജയാളിയായി മാറും. ക്രിസ്തുവിലുള്ള ജയം അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാനിടയാകും. ക്രിസ്തുവിലുള്ള ഹല്ലേലൂയ ജനത്തെ തള്ളിക്കളയുവാൻ ശത്രുവായി എഴുന്നേൽക്കുമ്പോൾ, പൈശാചിക പർവ്വതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, പക്ഷെ ദൈവം നിങ്ങൾക്ക് അനുകൂലമുണ്ട് എന്ന് നിങ്ങൾ നിശ്ചയമായും മനസ്സിലാക്കിയിരിക്കണം. ദൈവം ഞങ്ങൾക്ക് അനുകൂലമുണ്ട്. ഒരുവന്റെ ജീവിതം ദൈവം മാറിപ്പോകുന്നത് അവൻ ദൈവ പദ്ധതിക്ക് വിരോധമായി ചലിക്കുമ്പോഴോ ദൈവ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ദൈവം എന്ത് ചെയ്യുന്നത് പ്രതികൂലമായി നിൽക്കുകയുള്ളൂ. ദൈവത്തിന് വിരോധമായി ആരെങ്കിലും നിന്നാൽ അവന് വിരോധമായി ദൈവം നിൽക്കും. അതല്ലാതെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം എന്നെ അറിയുന്നില്ലേ, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് നാം പലപ്പോഴും ചോദിക്കുന്നവരാ. അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് എല്ലാം ഉണ്ടായിരുന്നു. ഭവനത്തിന്റെ വല്യമായ ആഡംബരത്തോട് ജീവിച്ചൊരു മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ അതെല്ലാം ഈ ചവറും എന്നെണ്ണി ചപ്പന്നി ചവറെന്നെണ്ണി ഒന്നുമില്ല.
ഈ ലോകത്തിൽ അതിന് യേശുവിനേക്കാൾ വലിയ വില അതിനില്ല എന്ന് മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്ത് ചെയ്യാ, എനിക്ക് ദൈവം അനുകൂലമായി ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഭൂമിയിലെ പ്രതികൂലങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്യാം അത് വലിയ കാര്യമാക്കുന്നില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആമീൻ, ഹല്ലേലൂയ. ആമീൻ. ജീവിതത്തിൽ നമ്മുടെ എതിർപ്പുകൾ, വെല്ലുവിളികളൊക്കെ ക്രിസ്തീയ ജീവിതം നേരിടേണ്ടി വരുമ്പോൾ തർക്കങ്ങളൊക്കെ ജീവിതം ഉണ്ടാകാം. എന്നാൽ സാത്താന് ദൈവത്തിന്റെ ശത്രു പോലെ സാത്താൻ ദൈവത്തിന്റെ പദ്ധതികളെയും ഹല്ലേലൂയ ആളുകളെയും എതിർക്കാൻ ശ്രമിക്കുമ്പോൾ വിശ്വാസത്തെ സ്വാധീനിക്കുകയും എതിർക്കുകയും ആത്മീക ജീവിതത്തിന്റെ ഹല്ലേലൂയ ആത്മീയ ജീവിതത്തിനെതിരായി മനുഷ്യരെ എഴുന്നേൽപ്പിക്കുമ്പോഴൊക്കെ ദൈവ പദ്ധതികൾ വിശ്വസിക്കാത്തവർ വഴി തെറ്റിപ്പോകുന്നു. അതിലേക്ക് ഉപദേശിക്കുന്നവർ സ്വന്തം ആശയത്തെയും സംശയങ്ങളെയും ഭയങ്ങളെയും നമ്മെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ദൈവം നമ്മെ എന്ത് ചെയ്യാം വിടിവെക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ എന്ത് ചെയ്യാം ഒന്നിനും വേർതിരിച്ചു കളയാൻ കഴിയില്ല. കാരണം ദൈവം എനിക്ക് അനുകൂലമായി ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക, ആ ക്രിസ്തുവിന്റെ സ്നേഹം എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് ഏത് പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ വന്നാലും അതെനിക്ക് പ്രതികൂലമല്ല. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കി മാറ്റുന്നൊരു കർത്താവാണ് ആ ദൈവം. അതുകൊണ്ട് ഇന്നത്തെ പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വരും. അത് നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി വരും. യേശുവിൽ വിശ്വസിക്കുക, ഉറച്ചു നിൽക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.